കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അതിരാവിലെ പ്രാർത്ഥനയ്ക്കായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് ഇന്ന് രാവിലെ നമ്മളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാവിലെയുള്ള പ്രെയർ സെക്ഷനിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടിയുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ പഠിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നത് ഏകദേശം 2 മണിയോടുകൂടിയാണ്. ഇപ്പോൾ 2 മണിയോടുകൂടി കിടക്കുന്ന സമയത്ത് ഞാൻ 5:25 20:22 ആയിട്ടാണ് അലാറം വെച്ചത്. ഇത്ര ലേറ്റായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എഴുന്നേൽക്കുക, ഫ്രഷ് ആകുക, പ്രാർത്ഥനയ്ക്ക് കയറുക എന്ന ചിന്തയിലാണ് കിടക്കുന്നത്. പക്ഷേ 4 മണിയായ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ട് 4 മണിക്ക് ചാടി എഴുന്നേറ്റു. 4 മണിക്കകത്ത് കണ്ട സ്വപ്നത്തിനകത്ത് ഞാൻ ഇന്നലെ ഈ ദിവസങ്ങളിൽ ഈ സമാപന സമയങ്ങളിൽ നമ്മളെ പഠിപ്പിച്ച അതേ കാര്യം ചർച്ചിനകത്ത് പറഞ്ഞിട്ട് എല്ലാവരെയും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സ്തുതിസ്തോത്രങ്ങൾക്കുമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ കാണുന്നത് കൊയർ ടീം എൻ്റെ കൂടെ കയറി വരുന്നില്ല, അവരുണ്ട്, പക്ഷെ അവർ ആക്റ്റീവായിട്ട് അതിൻ്റെ കൂടെ കയറി വരുന്നില്ല എന്നൊക്കെ ഞാൻ കാണുകയാണ്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വെളിപ്പാടിൽ സ്തോത്രം പറയണം. കുറേ സ്തോത്രം പറയുന്നതല്ല അത് കാര്യം. ദൈവം നമുക്ക് നൽകിയ വെളിപ്പാട്, ദൈവം നമുക്ക് നൽകിയ വചന വെളിപ്പാടിൽ നാം ദൈവത്തിന് സ്തോത്രം പറയണം. അപ്പം ആരംഭ സമയം നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആരംഭത്തിൽ തന്നെ കയറാൻ കാരണം, അല്ലെങ്കിൽ സംസാരിക്കാൻ കാരണം, നിങ്ങൾ ഈ സമയത്ത് വെറുതെ അന്യഭാഷ ഇങ്ങനെ പറയരുത്. നിങ്ങളുടെ അകത്ത് ദൈവത്തെ, ഇന്നലെ രാത്രി നമ്മൾ നിർത്തിയ ഭാഗം നിങ്ങളുടെ അകത്ത് ഓർമ്മ വരിക. ദൈവത്തിന് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവിടെ ബുദ്ധി അബലമാകും, ആത്മാവിൽ മർമ്മങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളിത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു മുറിവുണ്ടാകരുത്. ഒരു വ്യക്തിയോടോ ഒരു സംഭവത്തോടോ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളോടോ ഒന്നിനും മുറിവില്ലാത്തവരായി സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതിനും ദൈവം അനുവദിച്ചിട്ടല്ല, അതൊന്നും നടന്നിട്ടില്ലെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ എല്ലാറ്റിനും നിങ്ങൾക്ക് എന്താണ് ദൈവം നൽകിയിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ജീവിത, എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്, എല്ലാം ഓർത്തുകൊണ്ട് നന്ദി പറയുക. ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു ആരാധന, സ്തുതിയിൽ നിന്ന് നിങ്ങൾ ആരാധനയിലേക്ക് എൻ്ററാകാൻ പറ്റുമോ നോക്കണം. സ്തുതിയിൽ നിന്ന് നിങ്ങൾ ആരാധനയിലേക്ക് എൻ്ററാകാൻ പറ്റുമോ നോക്കണം. ഈ വെളിപ്പാടിൽ നിന്നുകൊണ്ട് കണ്ടമാനം വിഷമങ്ങളുണ്ട്, കണ്ടമാനം ആവശ്യങ്ങളുണ്ട്, കണ്ടമാനം പ്രയാസങ്ങളുണ്ട്, മുമ്പിൽ അഭിമുഖീകരിക്കേണ്ട കുറേ ഘടകങ്ങളുണ്ട്. ഇതിനെല്ലാം അപ്പുറത്തൊരു ഭാഗത്ത് നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, സ്തുതിച്ചു. കാരണം ദൈവം നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് തരും, ദൈവം നിങ്ങൾക്കൊരു യഥാർത്ഥ ജീവിതം തരും. നിങ്ങൾ അവൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങളുടെ ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉറച്ച്, ഇനി നിങ്ങൾ വന്നിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ന്യൂ കവനന്റിൻ്റെ മേന്മയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ചില മിനിറ്റുകൾ നമുക്ക് ഈ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ ഉടമ്പടിയുടെ മഹിമ മനസ്സിലാക്കി. ഒരു കാര്യവും നിങ്ങൾ ദൈവത്തോട് പറയരുത്. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും പറയരുത്. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക, ദൈവത്തിന് ആരാധന കൊടുക്കുക. സ്തോത്രത്തിൽ നിന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ കണ്ടമാനം ഘടകങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് നന്ദി പറയുക. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്തവനെ കുറിച്ചുള്ള വെളിപ്പാട് വരുന്നെങ്കിൽ ചെയ്തതിൽ നിന്ന് ചെയ്തവനെ കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് എൻ്റർ ആകുക. അവിടെയാണ് വർഷിപ്പ് നടക്കുന്നത്. അപ്പോൾ സ്തുതി ആരാധനയുടെ ഒരു തലം വെളിപ്പെടുന്നത് വരെ തുടരുക. നമുക്കിത് 5-6 മിനിറ്റ് നമ്മളിത് തുടരുള്ളൂ. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് എൻ്ററാകാൻ പറ്റി പെട്ടെന്ന് എൻ്ററാകുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ചർച്ചിനകത്ത് ഞാനിതൊക്കെ ഇന്നലെ രാത്രി ഓർക്കുകയായിരുന്നു. കണ്ടമാന എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. ആ എൻകൗണ്ടർ എല്ലാം നടന്നത് വേർഡായിട്ട് പഠിച്ച ശേഷം സമയമെടുത്ത് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങിയപ്പോഴാണ് ഈ എൻകൗണ്ടർ മുഴുവൻ നടന്നിട്ടുള്ളത്. അതിനകത്ത് സാക്ഷികളായിട്ടുള്ള നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. അപ്പോൾ അവർ അന്ന് എൻകൗണ്ടർ അനുഭവിക്കാൻ കാരണം അവർ ആ വേർഡ് കേട്ട് വേർഡിൽ നിന്നുകൊണ്ട് ദൈവത്തിന് ആരാധന കൊടുത്തപ്പോഴാണ്. അപ്പോൾ സ്തോത്രം അർപ്പിക്കണം, സ്തുതി അർപ്പിക്കണം, അതിൽ നിന്ന് ആരാധനയിലേക്ക് പോകണം. എന്നിട്ട് ആ ആരാധന ആയവനെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, ആരാധനയിൽ നിങ്ങൾ നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ അല്പം കഴിയുമ്പോൾ ഗ്ലോറി റിലം ഓപ്പൺ ആയി വിട്ടു. ആ ഗ്ലോറിയിൽ നിങ്ങൾ നിൽക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റുകയാണ്. അവിടെയാണ് നമ്മുടെ ആവശ്യങ്ങളുടെ പരിഹാരങ്ങൾ തുറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാരംഭത്തിൽ നമുക്ക് അല്പനേരം എല്ലാ മൈക്കിളും അൺമ്യൂട്ട് ചെയ്ത്, നിങ്ങൾ ഉറങ്ങരുത്. രാവിലെയാണ്
ഏറ്റവും നല്ല സമയമാണ്. ഇന്ത്യയിലുള്ളവർക്കും ഉറങ്ങാം, പുറത്തുള്ളവർ നിങ്ങൾ അർദ്ധരാത്രിയൊക്കെ എഴുന്നേറ്റിരിക്കുന്നവർ, വെളുപ്പിന് എഴുന്നേറ്റിരിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അല്പനിമിഷങ്ങൾ ദൈവത്തിന് ആരാധന കൊടുത്ത് എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അടുത്ത ചില മിനിറ്റുകൾ എല്ലാവരും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക, ദൈവത്തിന് ആരാധന കൊടുക്കുക. ശബന ഘടകത്തിന് അത് സ്തുതിയിൽ നിന്ന് തുടങ്ങുക, നന്മയിൽ നിന്ന് തുടങ്ങുക, അത് ആരാധനയിലേക്ക് കയറുക. ശസ്കനാദിര പ്രൗഢപന ഘടകജന ശസ്കനാദിര പ്രൗഢപന ഘടകജന വൈഡ പ്രൗഢപന ഘടകജനം അണ്ടസ്കനാദിരാദന പ്രൗഢപന ഘടകജന ശസ്കനാദിര പ്രൗഢപന ഘടകജനം ശിവ റബ പ്രൗഷപന ഹംദൽ പ്രൗഢപന ഘടകതിരിബിനി ഘടകജനം Shaba lababara shakarabina raba proshabanam Shaparabana Shakaturadana Ragada Chudarabana Shaskanadiradanaga Mandal Kadagadurabani Shapraudabanaga Legaturadana Praushaskanadiradana Praudabanagadagana Hudubinigadagada Prishutanmavi Prishutanmavi Yangle Ange Mahutaputuan Yangle Ange Aradipa Yangle Ange Studipa Yaga Krubanal Ganame
ജീവനുള്ള ദൈവനാമം ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ വാക്യങ്ങൾ കേൾക്കണം, ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, ഇനി ഞാൻ അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല, എനിക്ക് ഒരു സെക്ഷൻ അതിലേക്ക് പോകണം, പക്ഷെ അതിപ്പോൾ പോകുന്നില്ല.
കാരണം നമുക്ക് അത് ഒരു ഓപ്പൺ സെക്ഷൻ, ഒരു ഓഫ്ലൈനിൽ വേണം നമുക്ക് ഈ വചനങ്ങൾ ധ്യാനിച്ച് ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ നമുക്ക് സ്തുതികളിലേക്കും ആരാധനകളിലേക്കും ഹെവൻ റിലത്തിലേക്കും ഗ്ലോറി റിലത്തിലേക്കും പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ വേടിലേക്ക് തന്നെ വരികയാണ്. ഇത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതലുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 18-ാം വാക്യം, 19-ാം വാക്യം, 20-ാം വാക്യം. അപ്പം ഇതിനകത്ത് 18, 19, 20, 21 ഇങ്ങനെ 3 വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. ഈ 3 വാക്യങ്ങളിൽ 6 കാര്യങ്ങൾ ദൈവാത്മ പറയുകയാണ്. തീ കത്തുന്ന പർവ്വതം, മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം, ഇങ്ങനെയുള്ള 6 കൂട്ടം കാര്യങ്ങൾ പഴയ ഉടമ്പടിയിൽ നടന്നത് ഈ 3 വാക്യങ്ങളിൽ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ വിറച്ചുപോയി. ഇതിനെ പരിശുദ്ധാത്മാവ് നേരെ, നമ്മൾ ഇന്നലെ വായിച്ചതാണ്, നേരെ ഓപ്പോസിറ്റായ 8 കാര്യങ്ങളാണ് 22-ാം വാക്യം മുതലുള്ള 3 വാക്യങ്ങളിൽ ദൈവാത്മ പറഞ്ഞിരിക്കുന്നത്. 22-ാം വാക്യം, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേം. ഈ 8 വാക്യങ്ങളെ നമുക്ക് 4 പെയറുകളാക്കാം, 4 ജോഡികളാക്കാം. ഒന്ന്, ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേം, സിയോൻ പർവ്വതം. 2, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘവും സ്വർഗത്തിൽ പേരെതിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. 3-ാമത്തെ പെയർ, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. 4-ാമത്തെ പെയർ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. 4 പെയറുകൾ നമുക്കിവിടെ കാണാം. അതായത് 8 കാര്യങ്ങൾ കാണാം. പഴയ ഉടമ്പടിയിൽ 6 കാര്യങ്ങളും പുതിയ ഉടമ്പടിയിൽ 8 കാര്യങ്ങളും കാണാം. പഴയ ഉടമ്പടി ദൈവം ഭൂമിയെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിനകത്ത് ദൈവം മാനകുലത്തുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ജനത്തിന് ആദ്യം കൊടുത്ത ഉടമ്പടിയാണ് പഴയ ഉടമ്പടി. ആ ഉടമ്പടിക്കകത്ത് 6, മനുഷ്യൻ്റെ സംഖ്യയായ 6, ആ സംഖ്യയാണ് ദൈവാത്മാവ് ഈ ഉടമ്പടിക്കകത്ത് 6 കാര്യങ്ങൾ ഉല്ലേഖനം ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കണ്ടു, ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ശ്രദ്ധിക്കാൻ ഇത് പറയണം കേട്ടോ. പുതിയ ഉടമ്പടിയിലേക്ക് നിങ്ങൾ വന്നപ്പോൾ 8 കാര്യങ്ങൾ കാണുക. 8 കാര്യങ്ങൾ കാണുക. 8 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 8-ാമത്തെ സംഖ്യ 7 ഒരാഴ്ചയുടെ നമ്പറാണ്. 7 ആഴ്ച, 7 ദിവസം ഒരാഴ്ചയാണ്. 8-ാമത്തെ ദിവസം ഒരു പുതിയ തുടക്കമാണ്. ന്യൂ ക്രിയേഷൻ്റെ ഒരു പുതിയ തുടക്കമാണ്. പുനരുദ്ധാനത്തിൻ്റെ സംഖ്യയാണ് 8. ബൈബിളിലെ സംഖ്യാശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം, പുനരുദ്ധാനത്തിൻ്റെ സംഖ്യയാണ്, റിസറക്ഷൻ്റെ സംഖ്യയാണ് 8 എന്ന് പറയുന്നത്. 8-ാം ദിവസം അത് പുനരുദ്ധാനത്തിൻ്റെ സംഖ്യയാണ്. ഇനി നിങ്ങൾ വരിക, പുനരുദ്ധാനത്തിൻ്റെ സംഖ്യയായ 8, റിസറക്ഷൻ്റെ സംഖ്യയായ 8. ഈ 8-ലാണ് ഈ പുതിയ ഉടമ്പടിയിൽ ഈ 8 ഘടകങ്ങളാണ് ദൈവാത്മാവ് മറച്ചു വച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ 2 പെയറൊന്ന് വായിച്ചു, ആദ്യത്തെ ഒരു പെയറൊന്ന് വായിച്ചു, എന്നിട്ട് നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ ഒരു പെയർ ഒന്നെടുത്തു. ആദ്യത്തെ ഒരു പെയർ ഒന്ന് വായിച്ചു. ഒരാളൊന്ന് വായിച്ചു, സൗണ്ട് എടുത്ത് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന. മതി, നമുക്ക് അത്രയും കിട്ടിയാൽ മതി. ഇപ്പം ഡയാന, താങ്ക് യു. നമുക്കിപ്പോൾ അത് മതി. നമ്മൾ അതിനകത്തേക്ക് മുമ്പോട്ട് അല്പം കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്കതൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഗലാത്യ ലേഖനം 4-ാം അധ്യായം വായിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ തിരക്കുകളോട് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് 2 സഹോദരിമാരെ കാണാം. ഒന്ന് ഹാഗാർ, മറ്റൊന്ന് സാറ. ഹാഗാർ പഴയ നിയമത്തിനകത്തുള്ള പഴയ ഉടമ്പടിയുടെയും ഹാഗാർ പഴയ ഉടമ്പടിക്കും സാറ പുതിയ ഉടമ്പടിക്കും നിഴലായി നിൽക്കുകയാണ്. പഴയ ഉടമ്പടിയിൽ നമുക്ക് ലഭ്യമായത് നിയമമാണെങ്കിൽ പുതിയ ഉടമ്പടിയിൽ നമുക്ക് ലഭ്യമായത് ഗ്രേസ് ആണ്, കൃപയാണ് നമുക്ക് ലഭ്യമായത്. കൃപയാൽ നമുക്ക് അവനെ തന്നെ ലഭ്യമായതാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി ഞാനിത് പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അടുക്കലാണ് വന്നിരിക്കുന്നത്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? സത്യത്തിൽ നമുക്ക് അവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട്. നിങ്ങളിത് വിശ്വസിക്കുന്നു? സത്യത്തിൽ നിങ്ങളിപ്പോൾ സ്വർഗീയ യെരൂശലേമിൻ്റെ അടുക്കലാണോ? ഹലോ,
നിങ്ങളുടെ അകത്തത് വിശ്വാസമാകുന്നുണ്ട്. നിങ്ങളുടെ അകത്ത് നിങ്ങൾ ഈ പ്രാർത്ഥനകൾ ആരാധനകളൊക്കെ നടക്കുമ്പം നിങ്ങളുടെ അകത്ത് ഈ പ്രാർത്ഥനകളിൽ ആരാധനകളിൽ നിങ്ങളെ ശുഷ്കാന്തിയുള്ളവരാക്കി മാറ്റുന്നത്, നിങ്ങളെ വീര്യമുള്ളവരാക്കി മാറ്റുന്നത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള വെളിപ്പാടാണ്. ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറമെ ഭയങ്കര മഴ പെയ്യാണ്, ശക്തമായി ഇടിവെട്ടി. പുറത്താണ് നിൽക്കുന്നതെങ്കിൽ പേടിക്കത്തക്ക നിലയിൽ ഇടിവെട്ടി. പക്ഷെ ഞാൻ പേടിച്ചില്ല. സൗണ്ട് കേട്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ചെവി ഒന്ന് പൊത്തിയെന്നല്ലാതെ അത് പേടിച്ചിട്ടല്ല, സൗണ്ടിന്റെ ഭയാനക നിമിത്തം. കാരണം എന്താ, ഞാൻ ഇരിക്കുന്നത് ഒരു ഭവനത്തിന്റെ അകത്താണ്. നിങ്ങളിപ്പോൾ ആത്മാവിൽ, ന്യൂ ക്രിയേഷൻ, വീണ്ടും ജനിച്ചവർ ഇപ്പോൾ ഇരിക്കുന്നത് ആത്മാവിൽ അവന്റെ അകത്താണ്. അപ്പൊ ഈ അവന്റെ അകത്തിരിക്കുന്ന, കാരണം അവന്റെ അകത്തിരിക്കാൻ കാരണം എന്താണ്? സിയോൻ ദൈവത്തിന്റെ നഗരമാണ്, ദൈവത്തിന്റെ പട്ടണമാണ്, ദൈവത്തിന്റെ നഗരമാണ്. ഇനി ഞാൻ അവന് ഒരു കാര്യം കൂടെ കാണിച്ചു. അപ്പൊ ഈ 8 എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിന്റെ സംഖ്യയാണല്ലോ അല്ലേ, റിസറക്ഷന്റെ സംഖ്യയാണല്ലോ അല്ലേ. അപ്പൊ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അന്ന് യേശുക്രിസ്തുവിനെ വാഴിച്ചത് എവിടെയാണ്? യേശുക്രിസ്തുവിനെ വാഴിച്ചത്, നോക്കൂ ഈ വാക്യം നിങ്ങളൊന്ന് ഈ വാക്യോട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാക്യോട് നമുക്കൊന്ന് കണ്ട് പ്രാർത്ഥിക്കാം. ഒന്ന് എടുത്ത ഈ വാക്യം സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് വാക്യം? എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന രാജാവിനെ, എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചത് എവിടെയാണ്? സിയോനിലാണ് വാഴിച്ചത്. ആ സിയോൻ എവിടെയാ? ഭൂമിയിലെ സിയോനായിരുന്നോ? അല്ല, ആ സിയോൻ സ്വർഗീയ സിയോനാണ്. അപ്പൊ അതിനു മുമ്പ് ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, യഹോവയ്ക്ക് അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കൾ എഴുന്നേൽക്കുന്നു, അധിപതി തമ്മിൽ ആലോചിക്കുന്നു. അവർ പറയും, നാം അവരുടെ കയറുകൾ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളുടെ മുഴുവൻ വികാസങ്ങൾ കണ്ടുകൊണ്ട് സ്വർഗത്തിലുള്ളവൻ ചിരിക്കുകയാണ്. എന്താ കാരണം? ഇതിന് മുഴുവൻ പരിഹാരമായി ഞാൻ ഒരുവനെ വാഴിക്കുന്നുണ്ട്. സ്വർഗീയ സിയോനിൽ ദൈവം ഒരുവനെ വാഴിച്ചിരിക്കുന്നു. അവനാരെ? എന്നിട്ട് ദൈവം പറയും, ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവനോട് അരുളിച്ചത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഭൂമിയെ അവകാശമായും ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. അപ്പൊ സിയോനിൽ വാഴിച്ചവനാണ് ഭൂമിയുടെ അവകാശം. ഹല്ലേലൂയ! നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? ഈ പുത്രനെ വാഴിപ്പിച്ചത്, ഈ പുത്രനെ രാജാവായി വാഴിപ്പിച്ചത് സിയോനിലാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ പിതാവാം ദൈവം വാഴിപ്പിച്ചത് സിയോനിലാണ്. ആ സിയോനിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ സിയോന്റെ പ്രത്യേകത എന്താ? സിയോൻ വാഴുന്ന രാജാവ് വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ സിയോനെ കുറിച്ചൊരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളെ അവർ സിയോനിൽ ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ സിയോനിലാണ്. ഇത് നിങ്ങളുടെ അകത്ത് വെളിപ്പാടായി കയറുമോ? ഇത് നിങ്ങളുടെ അകത്ത് ബോധ്യമായി കയറുമോ? നിങ്ങളിപ്പോൾ സിയോനിലാണോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ബൈബിൾ അത് അക്ഷരാർത്ഥത്തിൽ പറയുന്നു. നിങ്ങളിപ്പോൾ സിയോൻ പർവ്വതത്തിലാണ്. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടി അവന്റെ നെറ്റി, വെളിപ്പാട് പുസ്തകത്തിൽ വാക്യമുണ്ട്, സിയോൻ പർവ്വതത്തിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ മുദ്രയിടപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ ഞാൻ കണ്ടുവന്ന് നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണാം. പിന്നെയോ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് ഞാൻ കണ്ടോ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വലിയൊരു ഇടിമുഴക്കം പോലെ സ്വർഗത്തൊരു ഘോഷം കിട്ടും. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമിട്ടുന്നതായിരുന്നു. അവർ പാടുക, അവരെ വീണ്ടെടുപ്പിന്റെ പാട്ട് പാടുകയാണ്. അവര് മറ്റാർക്കും പാടാൻ കഴിയാത്തൊരു പാട്ട് പാടുകയാണ്. കണ്ടോ നിങ്ങൾ? അവരുടെ സിംഹാസനത്തിന് 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലക്കി വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ സ്വർഗത്തിലുള്ള ആർക്കും പാടാൻ കഴിയാത്ത മനോഹരമായ പാട്ടുമടക്കുന്ന സ്ഥലമാണ് സ്വർഗീയ സിയോൻ. ആ സിയോനിലാണ് നമ്മളെ വാഴിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ആ സിയോനിലേക്ക് പോകുക. ആ സിയോനിലേക്ക് നമ്മൾ എൻ്റർ ആകുകയാണ്. എങ്ങനെ എൻ്റർ ആകുന്നത്? നമ്മെ കർത്താവ് താൻ ഒരുക്കിയ വഴിയിലൂടെ നമ്മൾ കർത്താവിലേക്ക് നടത്തുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ
പ്രശ്നങ്ങളെ ചൊല്ലിക്കൊണ്ടോ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടോ വേദനിച്ച് തളർന്നിരിക്കാതെ നടത്തിയവനെ കുറിച്ചുള്ള വെളിപ്പാടിൽ നന്ദി പറയുക. 2, അവൻ നിന്നെ എത്തിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ മഹിമ മനസ്സിലാക്കുമ്പോൾ, തുറന്നിരിക്കുന്ന മഹിമയുടെ ആഴം മനസ്സിലാക്കുമ്പോൾ പതുക്കെ 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 അകത്തുനിന്ന് ആരാധന കൊണ്ടുവരിക. ഒന്ന് നിങ്ങൾ കണ്ണടച്ച് ധ്യാനിച്ചു നോക്കിയേ. നിങ്ങളെ അവനോടുകൂടെ സിയോനിൽ ഇരുത്തിയിരിക്കുന്നത്, നിങ്ങൾ അവനിലിരിക്കുന്ന. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു നിങ്ങളെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണെന്ന്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു നിങ്ങൾ അവനെ സ്നാനപ്പെട്ടവൻ സ്നാനത്താൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണെന്ന്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സ്പിരിച്വൽ റിലം നമ്മുടെ അകത്ത് ദൈവാത്മ തുറന്നിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു പിതാവേ ഞാനും നീയും ഒന്നാകുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യത്തിൽ പൗലോസ് പറഞ്ഞു പരിശുദ്ധ ഏക ആത്മാവിനാൽ അവൻ മുഖാന്തരം ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. അപ്പൊ നമ്മളിപ്പോ ഇരുത്തിരിക്കുന്ന എവിടെയാ? നമ്മളിപ്പോൾ അവന്റെ അകത്താണ്. അപ്പൊ അത് നമ്മുടെ അകത്ത് ബോധ്യമാകണമെങ്കിൽ അത് നമ്മുടെ അകത്ത് ഇപ്പോൾ വചനത്തിൽ കൂടെ നമുക്കത് വിശ്വാസമായി കിട്ടുന്നു. ഇത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് പറയുന്നത് എന്തിനാ? ഞാൻ രാവിലെ 4 മണിക്കായി സ്വപ്നം കണ്ടേ. നിങ്ങളോട് പറയുക, ഞാൻ ദൈവത്തിന് നന്ദി കൊടുക്കുക, ദൈവത്തിന് ആരാധന കൊടുക്കുക. ഇത് തുറന്നു വരും, ഈ റിലം ഓപ്പണായി വരും. പലരോട് ചോദിച്ചു പാസ്റ്ററെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ തുറന്നു വരും? ഒറ്റ കാര്യമുള്ളൂ, ഇത് വിശ്വാസമാകുന്നവര്, ഈ വേർഡ് കേൾക്കുമ്പോൾ ഈ റിലം നിങ്ങളുടെ അകത്ത് ബോധ്യമാകുന്നവര് ആ വെളിപ്പാടിൽ അവന് സ്തോത്രം കൊടുക്കണം, ആ വെളിപ്പാടിൽ അവനെ ആരാധിക്കാൻ പഠിക്കണം. അപ്പൊ സ്തുതിയിൽ നിന്ന് നിങ്ങൾ ആരാധനയിലേക്ക് കയറണം. ആരാധനയിൽ മഹിമ ഇറങ്ങി വരാൻ തുടങ്ങും. മഹത്വത്തിന്റെ തലം പല കുടുംബങ്ങളിൽ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി വരുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്നോട് പലരും ചോദിക്കും പക്ഷേ എന്താ അവർക്ക് മാത്രം കിട്ടുന്നേ? ഞങ്ങളും കേട്ടതല്ലേ. നമ്മുടെ ചർച്ചിനകത്ത് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. 7 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ മടക്കുമ്പം, കാച്ചേരിലെ വീട്ടിൽ വെച്ച് മടക്കുമ്പം ഒരു 4-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും, 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഈ ന്യൂ ടെസ്റ്റ്മെന്റ് റോമാലേഖനൊക്കെ പഠിപ്പിച്ച് ഈ വന്നിരിക്കുന്ന ആകെ 5-10 പേരൊക്കെ ഉണ്ടാവുള്ളൂ. 10-15 പേര്, 5 അല്ല, ഒരു 10-20 പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ. 15-20 പേരൊക്കെയാണ് ആദ്യത്തെ സമയത്ത് ഉണ്ടാകുക. അപ്പം ഇവർ വന്നിരുന്ന് കേട്ട് 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും, 4-ാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ നിരന്തരം വചനം കേട്ടവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഇവരെ മേൽ ഭയങ്കരമായ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യും. ഇവരെ മേൽ പ്രകൃത്യാതീതമായ ദർശനങ്ങൾ കാണും. ഇവര് ഹെവൻ എൻകൗണ്ടർ ചെയ്യുന്ന അനുഭവങ്ങൾ, പല അനുഭവങ്ങൾ. ദൂതന്മാരുടെ സാന്നിധ്യം, ദൂതന്മാർ അവർ കാണത്തക്ക ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ, ആത്മവിഭസനയ്ക്കകത്തേക്ക് പോകുന്ന അനുഭവങ്ങൾ. ഇതുണ്ടായി കഴിയുമ്പോൾ ഇത് 4-ാം ദിവസം ഇത് പാട്ടാകും. ഇത് ഒരു അനുഭവം എല്ലാവരും കൂടെ വിളിച്ചു പറയുമല്ലോ. 5-ാം ദിവസം ഞാൻ എണ്ണിയിട്ടുണ്ട് 55 പേര് 60 പേര് വരും. ഏതാണ്ട് മരണ വീട്ടിൽ പോയ പോലെ തോന്നും നമുക്ക്. കാരണം ഇവർക്ക് ആർക്കും ഇതുമായിട്ടൊരു ബന്ധമില്ല. കാരണം ഇവർ 4 ദിവസം വീട്ടിലിരിക്കുകയായിരുന്നു. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇന്നൊരു ഓർമ്മയുണ്ട്. ഞാൻ മോളുടെ പേര് പറയുന്നില്ല. പാസ്റ്റർ അവർക്ക് കിട്ടിയത് എനിക്കും കൂടെ തരൂ, അവർക്ക് കിട്ടിയത് എനിക്കും കൂടെ തരുമോ? ആ കൊച്ചൊരു ഒരു ഹൈന്ദവ പശ്ചാത്തല വിശ്വാസി വന്ന കൊച്ചാണ്. കൊച്ചു പറയുന്നത് അപ്പൊ ആ കൊച്ചിന്റെ ചിന്ത ഇത് ഞാൻ കൊടുക്കുന്നതെന്നാ. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാരാംശം, എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണെന്ന് പഠിക്കാൻ പോവല്ല, ഇത് തുറക്കാൻ. അപ്പൊ നിങ്ങളിലുള്ള കിങ്ഷിപ്പ് തുറക്കുന്നത്, നിങ്ങളിലുള്ള സൺഷിപ്പിന്റെ മഹിമ തുറക്കുന്നത്, നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി നിങ്ങൾ അവന് ആരാധന കൊടുക്കുമ്പോഴാണ്. നമുക്ക് അല്പനേരം കൂടെ കർത്താവ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന കർത്താവിൻ്റെ മഹത്വകരമേറിയ പദ്ധതി ഓർത്ത് കുറച്ചു നേരം നമുക്ക് ഒരുമിച്ചത് പ്രാർത്ഥിക്കാം. എനിക്കിത് കുറേ പറയാനുണ്ട്. പക്ഷേ പറയുന്നതിനപ്പുറമായിട്ട് നിങ്ങളുടെ അകത്തത് കയറി വരാൻ, നിങ്ങളുടെ അകത്തത് തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈക്കിളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളെ സ്വർഗീയ സിയോനിൽ അവൻ്റെ കൂടെ നിൽക്കുകയാണെന്നുള്ള വെളിപ്പാടിൽ ഒന്ന് കുറച്ചു നേരം നിങ്ങളുടെ മൈക്കിളൊക്കെ അൺമ്യൂട്ട് ചെയ്ത്, പറ്റുന്നവരെല്ലാം മൈക്കിൾ അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഭവനങ്ങളിൽ മറ്റു സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യരുത്. ശബ്ദം കടകതിന നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ നന്ദി പറയുക, മറ്റൊന്നും പറയരുത്. നന്ദി പറയുക ദൈവത്തിന്. ശബ്ദം കടകതിന നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, തലമുറകളെ ഓർത്ത്, ദൈവം നിങ്ങൾ നടത്തിയ വഴികൾ ഓർത്ത്, ദൈവം തുറന്നിരിക്കുന്ന പുതിയ ഉടമ്പയുടെ മഹിമ ഓർത്തുകൊണ്ട് ശബന ഘടകതന വൈഡ പ്രൗഢമന ഘടകതനം
ഷദര രഗക്ഷസ്കനാദിരാധന വൈഡ പ്രൗഢവന ഹദുരിബിനി ഘടകദന വൈഡ പ്രൗഢവന ഘടകദനം ശിവര വരപ്രൗഷവന ഹംദൽ ഘടകദന അംദൽ പ്രൗഢവന ഹട്ടസ്കനാദിരാധന പ്രൗഢവന ഘടകദിനി ബിനി ഘടകദനം ശംഭ പ്രൗഢവന ഹത്തുരാവന പ്രൗഢവന ഘടകദന. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ അത് തുറക്കണമേ, ഇന്ന് രാവിലെ അത് തുറക്കണമേ, ഇന്ന് രാവിലെ അത് തുറക്കണമേ. ഇന്ന് രാവിലെ അങ്ങനെ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് അപ്പോ അങ്ങ് കാണിച്ചതുപോലെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേക്ക് സ്തുതി അർപ്പിക്കുവാൻ, അങ്ങേക്ക് നന്ദി പറയുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ശബന ഘടകദന വൈര പ്രൗഢവന അത്തൽ ഘടകദന ഒരു വലിയ മാറ്റം ഞങ്ങളുടെ തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാദര വൈഡവാന ഹബ്ദുരാവന പ്രൗഢവന അന്തൽ ഘടകദിന് വേദ പ്രൗഷവന അട്ടസ്കനാദിരാധന പ്രൗഢവന ഘടകദിന ഈ സകല കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവെ അത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ റബൽ ഘടകദിന അങ്ങനെ ഒരു മേഘം ഷാബാനവ ഹത്തലാദിരാധനം ശസ്കനാദിരപ്രൗഷവന ഹദുരിബിനി ഘടകദന അന്തൽ ഘടകദിനി വിധിരി പ്രൗഢവന ഹട്ടസ്കനാദിരാധന പ്രൗഢവന ഘടകദനം ലീബബാ വവപ്രൗഷിബിനി ഹംദൽ ഘടകദന ശസ്കനാദിരപ്രൗഢവന ഹട്ടസ്കനാദിരാധന പ്രൗഢവന ഹദുരിബിനി ഘടകദനം ലംദൽ ഘടകദിനി ബിനി ഘടകദനാര ഘടകവരവശ പ്രൗഢവന ഘടകദനം ശബപ്രൗഷവന ഹംദൽ പ്രൗഢവന ഘടകദനാര ഘടക പ്രൗഷവന ഘടകദനം ശസ്കന രിബംബവാന ബപ്രൗഷവന ഹത്തുരീബിനി പ്രൗഢവന ഘടകദനം അന്തൽ ഘടകദിനി വേദ പ്രൗഢവന ഹടക ശസ്കന ദിന പ്രൗഢവന ഘടകദനം ഹദുരബന ഘടകദന ഹദുരബിനി ഘടകദന ഹദുരബന ഘടകദന വൈഷ പ്രൗഢവന അന്തൽ പ്രൗഢവന ഘടക ശസ്കനാദിനാദന പ്രൗഢവന ഘടകദന അന്തൽ ഘടകദന വൈഡ പ്രൗഢവന ഘടക ജുനിബിനി ഘടകദന ഹദുരബിനി ഘടകദന വൈഡ പ്രൗഢവനം ദുരാര പ്രൗഷവ ഘടകശസ്കനാദിന പ്രൗഢവന ഘടകദനം നമ്മൾ തിരുവചനത്തിനകത്തുള്ള വെളിപ്പാടുകൾ ആരാഞ്ഞ് നമ്മളവന് നന്ദി പറയുകയായിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞ ഭാഗങ്ങൾ ചേർത്ത് പറയുന്നു. നമ്മൾ പ്രാരംഭ ഭാഗത്ത് അവനെ സ്തുതി കൊടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളവന് ആരാധന കൊടുക്കുമ്പോൾ നമ്മൾ അർപ്പിച്ച സ്തുതികളിന്മേൽ വസിക്കുന്നവനായിട്ട് അവൻ ഇറങ്ങി വരും. അവൻ എവിടെ വസിക്കുന്നത്?
അവൻ ഇരിക്കുന്നത് സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ സ്വർഗവും ഭൂമിയും തമ്മിൽ കണക്ഷൻ വരികയാണ്. ഞാൻ വെച്ചിരിക്കുന്ന ഇട്ടിരിക്കുന്ന ഈ വാക്യം സങ്കീർത്തനം 22:3 ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനല്ലോ. അപ്പോൾ ദൈവം വസിക്കുന്ന എവിടെയാണ്? ബൈബിൾ പറയുന്നു ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ദൈവം വസിക്കുന്നത് സത്യത്തിൽ എവിടെയാണ്? സത്യത്തിൽ ദൈവം വസിക്കുന്നത് സ്വർഗത്തിലെ സിംഹാസനത്തിലാണ്. ആ ദൈവം ഭൂമിയിൽ എവിടെയാണ് ഇറങ്ങി വരുന്നത്? അവൻ ഇറങ്ങി വരുന്നത് വിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിലാണ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ. അപ്പം നമ്മളുടെ ആരാധനകളിൽ സ്തുതികളിന്മേൽ അവൻ ഇറങ്ങി വരുന്നുണ്ടോ? ഗ്ലോറി ത്രോണുമായിട്ട് അവൻ ഇറങ്ങി വരുന്നുണ്ടോ? അപ്പൊ അവിടെ വസിക്കുന്നത് എന്തിനാണ്? അവൻ വസിച്ചാലുള്ള പ്രത്യേകത എന്താണ്? അവൻ വസിച്ചാലുള്ള പ്രത്യേകത അവനിൽ നിന്ന് അധികാരത്തിന്റെ വാക്കുകൾ പുറപ്പെടാൻ തുടങ്ങും. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങളും അവനുമായി, അല്ലെങ്കിൽ നാമും അവനുമായി കണക്റ്റഡ് ആവുകയല്ലേ? നമ്മളെ സിയോനിൽ അവന്റെ അടുക്കൽ വാഴിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സിയോനിൽ നമ്മളെ വാഴിപ്പിച്ചിരിക്കുന്നു. അവന് നമ്മെ സിയോനിൽ വാഴിപ്പിച്ചിരിക്കുന്നു. നാം ആ വെളിപ്പാടിൽ അവന് സ്തോത്രം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ സ്തുതികളിൽ മേൽ അവൻ ഇറങ്ങി വരികയാണ്. സ്തുതികളിൽ മേൽ അവൻ ഇറങ്ങി വന്ന് വസിക്കുകയാണ്. ഞാൻ എൻ്റെ ആരംഭകാലത്ത് ഈ ബൈബിൾ പഠിക്കുന്ന കാലത്ത്, ഈ വിമർശിക്കുന്ന കാലത്ത് ഞാൻ ഇതിനൊക്കെ കളിയാക്കി, പിന്നെ ദൈവത്തിന് സ്വർഗത്തിൽ ഇരിക്കാൻ സ്ഥലമില്ലാണ്ടല്ലോ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്നൊക്കെയുള്ള ഒരു പൊട്ട ബുദ്ധി ഞാൻ വിമർശനാത്മാവിൽ പറഞ്ഞ വാക്യമാണ് ഈ വാക്യം. സ്വർഗത്തിൽ സിംഹാസനവും ദൂതന്മാരും കോടാനുകോടി ദൂതന്മാരും കോടാനുകോടി ദൂതന്മാരും കെറൂബുകളും സെറാഫുകളും ഒക്കെയുള്ള സ്വർഗം വിട്ടുകൊണ്ട് ഭൂമിയിലേക്ക് ദൈവം ഈ കറപറ സൗണ്ടിൽ കിടന്ന് ഓളിയിടുന്ന നമ്മുടെ മുറിക്കകത്തേക്ക് അവൻ ഇറങ്ങി വരിക. എന്തോ ഈ പറയുന്നത് എന്തോ? അപ്പോൾ മണ്ടത്തരം എഴുതി വെച്ചേക്കല്ലേ ഇതൊക്കെ. പക്ഷേ ബുദ്ധിമാൻ ഇത് മണ്ടത്തരമാണെന്ന് മനസ്സിലാകും. സ്പിരിച്വൽ റിലത്തിൽ വളർന്നവന് മനസ്സിലാകും ഇതിനകത്ത് സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്, ഇതിനകത്തൊരു സ്പിരിച്വൽ കൈമാറ്റമുണ്ട്. ഏത് ഭവനങ്ങളിലാണ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത്, ഏത് ഭവനങ്ങളിലാണ് ആരാധന നടക്കുന്നത്? വചനം നമ്മൾ കേട്ടു, നല്ല കാര്യം. ഇനിയും കേൾക്കാൻ പോവാ, ഇനിയും ഇതിന്റെ അടുത്ത ഭാഗം പഠിക്കാൻ പോവാ. നിങ്ങളൊരു പാട്ടായി മാറും. നിങ്ങളുടെ ഭവനത്തിൽ പുതിയ പുതിയ പാട്ടുകൾ അത് ദൂതന്മാർക്ക് പാടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ ഈ ഡബിൾ പെയർ പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. അവിടെ ഇബ്രാഹിം 12-ാം അധ്യായത്തിലെ രണ്ടാമത്തെ പെയർ പറഞ്ഞപ്പം ആ പെയറിനകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞ പെയർ എന്താ? സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിനും നഗരമായ സ്വർഗീയ യെരൂശലേം. രണ്ടാമത്തെ പെയർ പറഞ്ഞിരിക്കുന്നത് അനേകായിരം ദൂതന്മാരുടെ സർവസംഘം. ഈ സർവസംഘത്തിനൊരു ഒരു ഒരു വാക്യാർത്ഥ പ്രയോഗം ഞാൻ കണ്ടു കേട്ടോ, ഒരു വ്യാഖ്യാനാർത്ഥം ഞാൻ കണ്ടേ. ഈ അനേകായിരം ദൂതന്മാർ ഉത്സവാന്തരീക്ഷത്തിൽ ചീർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ചീർ വിളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പേര് പിരിക്കുന്ന ആദിജാതന്മാരെ സഭ. അപ്പൊ ഈ രണ്ടു കൂട്ടത്തിനും കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കുക. ആദ്യത്തേത സിയോൻ പർവ്വതവും യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരവും. രണ്ടാമത്തെ പേര് ഏതാ? അനേകായിരം ദൂതന്മാർ സർവസംഘം എന്ന മലയാളത്തിൽ കിടക്കുന്നത്. അതിന് 1-2 വ്യാഖ്യാനങ്ങൾ ഞാൻ കണ്ടത്, 1-2 അർത്ഥവ്യാപ്തികൾ ഞാൻ കണ്ടത്. ഞാനത് പഠിപ്പിക്കുമ്പോൾ എടുക്കാം. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കല്ലേ, ദൂതന്മാര് ന്യൂ കവനന്റിന്റെ പ്രൊഡക്റ്റുകളായ ആദിജാതന്മാരായ നമ്മെ കണ്ട് ദൂതന്മാർ ചീർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപ. ദൂതന്മാർ ആശ്ചര്യപ്പെട്ടു നിൽക്കുക, എവിടെ നിന്ന് വന്ന് ഇവരാരായി? ഇനി മണ്ണീന്നെടുത്ത് ഇവരെങ്ങനെ പുത്രന്മാരായി? മണ്ണീന്നെടുത്ത് ഇവരെങ്ങനെ സ്വർഗത്തിൽ രാജാക്കന്മാരായി? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മണ്ണീന്നെടുത്ത് ഇവരെങ്ങനെ ഹെവനിൽ പുത്രന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു? ദൂതന്മാര് ഈ ദൈവിക പ്രൊജക്ട് കണ്ട് അവിടെ ചിയർ വിളിക്കുക, സെലിബ്രേറ്റ് ചെയ്യാണത്രേ. ഹലോ, നിങ്ങൾ ഈ ക്രിക്കറ്റ് കളി കാണാനൊക്കെ പോയിട്ടുണ്ടോ? ഫുട്ബോൾ കളി കാണാൻ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്രിക്കറ്റ്, എനിക്ക് ഫുട്ബോളല്ല ക്രിക്കറ്റായിരുന്നു എനിക്ക് ഭയങ്കര ആവേശം. റെജിയുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇന്ത്യ ഈ വേൾഡ് കപ്പ് ആദ്യം നേടുന്ന കളി ഞാൻ കാണുക. കളി കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ആളായിരുന്നു കേട്ടോ. എൻ്റെ വലത്തൊക്കെ എങ്ങനെ കുഴ തെറ്റിപ്പോയതാണേ. അപ്പം ആ ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലാണ് ഫൈനൽ കളി നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ബോളർ എറിയാണ്.
എറിഞ്ഞിട്ട് അവരെ മാലിക്കും, ആരൊരാൾ അടിക്കുകയാണ്. അത് അടിക്കുമ്പോൾ നമ്മുടെ ശ്രീശാന്ത് ആ പന്ത് പിടിച്ച് ലാസ്റ്റ് മാൻ ഔട്ടായി. ഇന്ത്യ ജയിച്ചു. ഈ പന്ത് എറിഞ്ഞോനും ചാടിയില്ല, പന്ത് പിടിച്ചോനും ചാടിയില്ല. ഞാനാ റെജിയുടെ സോഫയിൽ നിന്ന് ഒറ്റ ചാട്ടം ചാടി. കാരണം ഇന്ത്യക്ക് കപ്പ് കിട്ടി, ഇന്ത്യക്ക് കപ്പ് കിട്ടി. അത് മലയാളി പിടിച്ചാണ് കപ്പ് കിട്ടിയത്, മലയാളിയാണ് ക്യാച്ച് എടുത്തത്. അപ്പൊ കളിക്കുന്നവരെക്കാൾ ആവേശമാണ് കളിയിലെ ജയം കാണുന്നവർക്ക്. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? സ്വർഗത്തിലെ ദൂതന്മാർക്ക് നിങ്ങൾ ജയിക്കുന്ന കാണുമ്പോൾ അവർക്ക് ആവേശമാണ്, അവർക്ക് അടങ്ങാൻ പറ്റുന്നില്ല. മണ്ണീനെടുത്ത പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നമ്മൾ തിരുവചനത്തിന്റെ വെളിപ്പാടിൽ ക്രൂശിന്റെ മഹിമയിൽ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ പുതിയ പാട്ടുകൾ പാടി നമ്മൾ ജയാളികളായി രാജാക്കന്മാരായി വാഴുന്നത് കാണുമ്പോൾ നോക്കിയേ, സ്വർഗത്തിൽ ദൂതന്മാർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആ സെലിബ്രേഷൻ ഇന്ന് രാവിലെ നടക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ 61 പേര് 71 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാരവിടെ കാണും. അവർക്ക് എന്തൊക്കെ പ്രശ്നമുള്ളത് ഒരു പ്രശ്നത്തിലേക്ക് നോക്കാതെ പുത്രൻ തമ്പുരാനിൽ കൂടെ പിതാവ് അവർ കൊടുക്കി വെച്ചിരിക്കുന്ന സിയോന്റെ മഹിമ മനസ്സിലാക്കി, വെളിപ്പാട് മനസ്സിലാക്കി അവരിരുന്ന് പ്രാർത്ഥിക്കുകയും അവരിരുന്ന് ആരാധിക്കുകയും അവർ പുതിയ പാട്ട് പാടി അവന് മഹിമ കൊടുക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ഇപ്പോൾ സ്വർഗത്തിലെ സെലിബ്രേഷൻ നടക്കുക. നമുക്കൊരു കുഴപ്പമുണ്ടായത്, നമ്മുടെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാർക്ക് കുറച്ചു പേർക്ക് ഒരു കുഴപ്പമുണ്ടായി. അവര് നമ്മേക്കാൾ വലിയവരാണ് ദൂതന്മാരെ വെച്ച് ചിന്ത വന്നത്. ചിലർക്ക് ദൂതനെ കാണാൻ വലിയ ആഗ്രഹം. നിങ്ങൾ ദൂതനെ കാണാൻ ആഗ്രഹിക്കുന്നു വേണ്ട കേട്ടോ, ദൂതൻ വരേണ്ട. നിങ്ങളുടെ സേവകാത്മാക്കളാണ് ദൂതന്മാർ. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിങ്ങളുടെ അംഗരക്ഷകരാണ് ദൂതന്മാർ. നിങ്ങളുടെ മഹിമ മനസ്സിലാക്ക്, നമ്മുടെ ശ്രേഷ്ഠത മനസ്സിലാക്ക്. ഈ ദൂതന്മാർ പല വിങ്ങുകളുണ്ട്. ഒറ്റ വാക്ക് നീ അവിടെ ഇരുന്ന് കൽപ്പിച്ചാൽ ഈ ദൂതന്മാർ സെലിബ്രേറ്റ് ചെയ്യാൻ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ സിയോന്റെ റെവലേഷനിലേക്ക് വന്നാൽ, ഹെവൻ റിലത്തെ കുറിച്ചുള്ള വെളിപ്പാടിൽ വന്നാൽ നിങ്ങളുടെ മാനുഷിക വിഷമങ്ങൾ മുഴുവൻ മാറും. അവിടെ നിന്ന് നിങ്ങളൊരു വാക്ക് പറയാൻ നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ വാക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ദൂതന്മാർ പുറപ്പെടാൻ നിൽക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകും. അപ്പൊ നിങ്ങൾ ഫെയ്ത്തിനകത്ത് നിന്നുകൊണ്ട് സ്തുതി പറയാൻ തുടങ്ങുകയും അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്താൽ നിങ്ങൾ ആ ഗ്ലോറി റിലത്തിനകത്തേക്ക് എൻ്ററാകും. തീ കത്തുന്നത് പോലെ, മേഘം ഇറങ്ങുന്നത് പോലെ, നിങ്ങൾ ആത്മവിവശം നിങ്ങളുടെ ബോഡിക്ക് താങ്ങാൻ കഴിയാത്തതുപോലെ പല വിധത്തിലുള്ള സ്പിരിച്വൽ അനുഭവങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടാകാൻ തുടങ്ങും. ഇതുണ്ടാകുന്ന സമയത്ത് ദൂതന്മാർ ആഘോഷിക്കുകയാണ്. കാരണം നിങ്ങൾ ആ തലത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ആദാമ്യ പാപത്താൽ ഭൂമിയുടെ മേൽ വീണ നോക്കിയ ശാപങ്ങൾ, ഭൂമിയുടെ മേൽ വീണ തകർച്ചകൾ, നിങ്ങൾ പറയുന്ന വേർഡിന്റെ ഒറ്റ വാക്കിനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വീണവനെ അഴിക്കുകയാണ്. നമുക്ക് ഒടുവിലെ 3-4 മിനിറ്റ് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുകയല്ല, ആ റിലത്തിൽ നിന്നും കൊണ്ട് അധികാരത്തോടെ കൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ് പരിശുദ്ധനായവൻ. നമുക്ക് ആദ്യം അല്പനേരം കൂടെ നമുക്ക് ദൈവത്തിന് മമ്മി പറഞ്ഞാലോ, എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത്. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ, ഇത് കേട്ട് നിങ്ങൾ ഇത് ഉറങ്ങരുത്. ഇത് കേട്ട് പോവാൻ, ഇത് കേട്ട് കൊള്ളാം, കുഴപ്പമില്ല, പുതിയ പാഠമാണെന്ന് പറയാനുള്ളതല്ല. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് മൈക്കിളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ദൈവത്തിന് മമ്മി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിച്ച് അതിനകത്തേക്ക് ഒന്ന് കയറാൻ പറ്റും. നോക്കിയേ, ശമ്പൽ കടകുന്നതിന് ആ റിലത്തിനകത്തേക്ക് ഒന്ന് കയറാൻ പറ്റുമോ നോക്ക്. ഓ റബ ഷാദുരിവിനി ഹർഷസ്കനാദിനാദന റബന്തന വൈഷപ്രവടമന ഹട്ടസ്കനാദിന. ഞാൻ അവൻ ഇങ്ങനെ പറയും, ആത്മാവിൽ വെട്ടി കയറാൻ നോക്ക്. ശബൽ കടകമന പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ച് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടെ ധൈര്യത്തോടെ അടുത്തുക. ശാപ റബന്തര ബിരപ്രൗഷമനം ശകതുരാ ജഗപ്രൗഷമന ഹംദൽ കടകദന വൈഷപ്രൗഡമന അതൽ കടകതുനി വേദ പ്രൗഷമന ഹദുരിബിനി കടകദന അമ്പൽ പ്രൗഢമന ഘടകദന ഹദുരിബിനി ഘടകദന. പ്രാർത്ഥിച്ചോ. ശസ്കനാദിനാദന. ആ തലത്തിലേക്ക് കയറാനായി നന്ദി പറയുക. ആ തലത്തിലേക്ക് കയറാൻ ദൈവത്തിന് ആരാധന കൊടുക്കുക. അവന്റെ മഹിമയുടെ മേഘം കാണുക. അവന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തിന് നന്ദി പറയുക. ശബന ഘടകദന. ഭയങ്കര ആരാധനകൾ നടക്കട്ടെ. ഭവനങ്ങളിൽ മുഴുവൻ ആരാധന നടക്കട്ടെ. ഭവനങ്ങളിൽ മുഴുവൻ പുതിയ പാട്ടുകൾ രംഗത്ത് വരട്ടെ. ശബന ഘടകദന വൈഡ പ്രൗഢമന. മറ്റാർക്കും പാടാൻ കഴിയാത്ത പാട്ട്, മറ്റാർക്കും പാടാൻ കഴിയാത്ത പാട്ട്, മറ്റാർക്കും പാടാൻ തോന്നാത്ത പാട്ട്. ഷാബൽ ഘടകദന. മറ്റാർക്കും ഉച്ചരിക്കാൻ കഴിയാത്ത പാട്ട്. ശന്തൽ ഘടകവൻ. ഈ പാട്ട് നിന്റെ സ്വന്തമാണ്. ഈ പാട്ട് വീണ്ടെടുപ്പിന്റെ പാട്ടാണ്. ഈ പാട്ട് മഹിമയുടെ പാട്ടാണ്. ഈ പാട്ട് വാതിലുകൾ തുറക്കുന്ന പാട്ടാണ്. ഈ പാട്ട് മരുഭൂമിയിൽ പ്രൊട്ടക്ഷൻ നൽകുന്ന പാട്ടാണ്. ഷാബരാദിന
ഈ പാട്ട് വൈണികന്മാരുടെ പാട്ടാണ്. ഈ പാട്ട് ആരാധനക്കാരന്റെ മഹിമയാണ്. അവർ കരയുന്നവരല്ല, അവർ പാടുന്നവരാണ്. അവർ ഉറങ്ങുന്നവരല്ല, അവർ നൃത്തം ചെയ്യുന്നവരാണ്. ഷാദൽ ഘടകത്തിന നിന്റെ സ്പിരിച്വൽ മൈൻഡ് സെറ്റ് മാറുന്നു. നിന്റെ സ്പിരിച്വൽ മൈൻഡ് സെറ്റ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മ മാറ്റുന്നു. നിന്റെ അകത്തുള്ള വിഷണ്ണ മനസ്സ്, നിന്റെ മനസ്സിനകത്തുള്ള കരച്ചിലുകൾ, നിന്റെ മനസ്സിനകത്തുള്ള വേദനകൾ, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. ഷാദൽ ഖനാദിന പ്രൗഢവന ഹംബൽ ഘടകതിനി വൈഡ പ്രൗഢവന ഘടകതിന ആ റിലമിന്ന് രാവിലെ തുറക്കട്ടെ, ആ റിലമിന്ന് രാവിലെ തുറക്കട്ടെ. ശബന ഘടകതിനി വിരിരി പ്രൗഢവന ഘടകതിനം തുറക്കണമപ്പ, 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 തുറക്കണമപ്പ. ശബന ഘടകതിനി വിരിരി ഘടകതന ഗദുരബിനി ഘടകതന ഗദുരബിനി ഘടകതന വൈഷ പ്രൗഢവന അന്തൽ ഘടകതിനി വേദ പ്രൗഷവന അമ്പൽ ഘടകതന തുറക്കട്ടെയപ്പ, തുറക്കട്ടെയപ്പ, തുറന്നു വരട്ടെയപ്പ, തുറന്നു വരട്ടെയപ്പ. ലാംദൽ ഘടകതന വൈഷ പ്രൗഢവന ഘടകതന് വേദ പ്രൗഢവന ജാതൽ ഖനേ റിബി പ്രൗഷവന അമ്പ പ്രൗഢിബിനി ഹണ്ടസ് കനേദിനി പ്രൗഢവന ഘടകതനം നിങ്ങളിവിടെ എഴുതിയിരിക്കുന്ന വാക്യം കണ്ടോ? എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലാണ്. അവിടെ സംഖ്യാതീതമായ ബഹുസഹസ്രം ദൂതന്മാരുടെ സന്തുഷ്ട സമ്മേളനത്തിലേക്കും ദൂതന്മാരുടെ സന്തുഷ്ട സമ്മേളനത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേര് വെളിപ്പെടുത്തിയിട്ടുള്ള ആദിജാതന്മാരുടെ സഭയിലേക്കും. ഓക്കെ, ഞാനതിപ്പോൾ അവിടെ നിർത്തുന്നു. താഴേക്കിറങ്ങി വരുന്നു. ഇനി അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ പറയുകയാണ്, അരുളി ചെയ്തവനെ 25-ാം വാക്യം, ഞാനത് ലാസ്റ്റ് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അരുളി ചെയ്യുന്ന ദൈവത്തെ തിരസ്കരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടോ, അരുളി ചെയ്യുന്ന ദൈവത്തെ തിരസ്കരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കേട്ടിട്ട്, ഇത്രയും പറഞ്ഞിട്ട്, ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ തിരസ്കരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന്. പഴയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടേ, ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞിട്ടേ, പണ്ടത്തെ സ്ഥലമാണ് നല്ലതെന്ന് പറഞ്ഞ് തിരികെ പോകാതിരിക്കുക. അപ്പോൾ അരുളി ചെയ്യുന്ന ദൈവത്തെ എന്ത് ചെയ്യണം? തിരസ്കരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമിയിൽ വെച്ച് മുന്നറിയിപ്പ് നൽകിയവനെ നിഷേധിച്ചവർ, നിരാകരിച്ചവർ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മുന്നറിയിപ്പ് അരുളിയ ദൈവത്തെ അവഗണിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത തീരെ തുച്ഛമല്ലേന്ന്. അതായത് ഭൂമി വന്നപ്പം പറഞ്ഞില്ലേ, തമ്പുരാൻ പറഞ്ഞ വാക്കുകൾ ഇവർ നിരാകരിച്ചു, തുച്ഛീകരിച്ചു. അപ്പൊ ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുക. സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ തുച്ഛീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. 26-ാം വാക്യം, അന്ന് അവിടുത്തെ ശബ്ദം ഭൂമിയെ നടുക്കി. കേൾക്കണം, പഴയ ഉടമ്പടി ഭൂമിയെ നടുക്കി. ഇപ്പോഴോ ഇനി ഒരിക്കൽ കൂടെ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ന്യൂ കവനന്റിന്റെ പ്രത്യേകത ഇത് ഭൂമിയെ മാത്രമല്ല, ഇത് സ്വർഗത്തെ പോലും ഇളക്കുന്നതാണ്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല, ഇത് സ്വർഗത്തെ പോലെ ഇളക്കുന്നതാണ്. അത്ര അധികാരമാണ് ഇതിനകത്തുള്ളത്, അത്ര മഹിമയാണ് ഇതിനകത്തുള്ളത്, അത്ര ശ്രേഷ്ഠതയാണ് ഇതിനകത്തുള്ളത്. ഇന്ന് രാവിലെ ആ വെളിപ്പാട് നമ്മുടെ അകത്ത് ചൊല്ലിക്കട്ടെ, ആ വെളിപ്പാട് നമ്മുടെ അകത്ത് കത്തട്ടെ. അത്ര മഹത്വകരമായതിലേക്കാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനത്തെ 5-6 മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 55 മിനിറ്റും ഞാൻ ആദ്യം കരുതി, ഞാൻ
15 ഞാൻ സൂം ഓൺ ചെയ്തിരുന്നു. ജെമിനി സിസ്റ്ററാണ് ആദ്യം ആഡായത്, പിന്നെ ആശ സിസ്റ്ററാണ് ആദ്യം ആഡായത്, പിന്നെയാണ് ജെമിനി സിസ്റ്റർ. ഞാൻ ആദ്യം ആഡാകുന്ന ഒരു കോഹോസ്റ്റാക്കി വെച്ച് ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോയി. അപ്പം ഞാൻ ആദ്യം തൊട്ട് ഈ 1 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്നതിന് കാരണം നിങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ പ്രത്യേകത, ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. സത്യത്തിൽ സ്തോത്രത്തോടെ നിങ്ങൾ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞോ. പക്ഷേ ഈ തലത്തിലേക്ക് കയറിയാൽ, ഈ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും നോക്കി നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് സൃഷ്ടിപ്പ് നടത്താനുള്ള ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അവൻ്റെ ദൈവവചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി. കണ്ടോ, അങ്ങനൊരു വാക്യമുണ്ട് 103-ാം സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്. ഇനി ഇവിടെ ചലിക്കുന്നത് നമ്മുടെ കരച്ചിലല്ല, ഇനി ഇവിടെ ചലിക്കുന്നത് അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരെ. കണ്ടോ, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ. ആ വാക്യം എനിക്ക് കാണാൻ പറ്റുന്നില്ല ശരിക്കും. ഞാൻ എല്ലാം കൂടെ ഇവിടെ വർക്ക് ചെയ്യാണ്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. കണ്ടോ, അവൻ്റെ ദൂതന്മാരായുള്ളവർ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാർ. അപ്പം നിങ്ങൾ ഈ വചനം കേട്ട് ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടാക്കി നിങ്ങൾ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി, കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി, നിങ്ങളെ ഗ്ലോറിക്കകത്ത് നിന്നാൽ പിന്നെ നിങ്ങൾ പറയുന്ന വചനം അവൻ്റെ വചനമാണ്. ഇതൊക്കെ വാക്യങ്ങൾ തെളിവുണ്ട് കേട്ടോ. ദാവീദ് പറയുന്നുണ്ട്, നിങ്കിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. സൈന്യങ്ങളുടെ യഹോവയുടെ മഹിമ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്കിതിൻ്റെ ആലയത്തിൻ്റെ മനോഹരത്വം കാണണം. ഒരു സൈന്യം എനിക്ക് വരെ പാളയം ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ ദാവീദ് പറയും, എനിക്കിതൊന്നും പ്രശ്നമല്ല, എനിക്കിതിൻ്റെ മനോഹരത്വം കാണണം. മഹിമ കാണാൻ പ്രാർത്ഥിച്ചവൻ്റെ ഉള്ളിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങി. നീ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടം. അപ്പൊ നിന്റെ കുടുംബത്തിൽ നന്മ കാണും. അതിനാണ് ഇത് പറഞ്ഞു വരുന്നത്. റൂട്ട് മാറ്റുകയാണ്. കരച്ചിൽ നിർത്തുന്നു, നിലവിളി നിർത്തുന്നു, ഉരുളിച്ച മാറ്റുന്നു. നമ്മൾ വാഴുന്നവരായി മാറുന്നു. അപ്പൊ ആ വാഴ്ച നമ്മുടെ കുടുംബത്തിൽ ആരംഭിച്ച് അത് ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത 5 മിനിറ്റ്, ഇപ്പോൾ സമയം 6:29 6:35 വരെയുള്ള സമയം നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ആദ്യത്തെ 1 മിനിറ്റ് സ്തോത്രം ചെയ്യുക. നിങ്ങൾക്കൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ എത്തിയെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ വിഷയങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറയുക. അല്ല, നിങ്ങൾ ഒന്നും കൂടെ ഗ്ലോറി റിലത്തിലേക്ക് പ്രവേശിച്ചു നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഭവനത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൽപ്പിക്കാൻ പഠിക്കുക. തലമുറയ്ക്കകത്ത്, ബിസിനസ്സിനകത്ത്, ശരീരത്തിനകത്ത്, കുടുംബ ബന്ധങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ഭാവിയുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ ഭാവിയുടെ മേൽ ഒക്കെ നടക്കാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൽപ്പിക്കാൻ പഠിക്കുക. ആദ്യത്തെ 1 മിനിറ്റ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധന അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക. 2-ാമത്തെ മിനിറ്റ് ആവശ്യങ്ങൾ സ്തോത്രത്തോട് പറയുക. 3, 4, 5 മിനിറ്റുകൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിനിറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കിത് സമയമെടുത്ത് പരിശീലിക്കാം. ഞാൻ ഇപ്പം തന്നെ ഞാൻ സമയമെടുത്ത് ഇതിൻ്റെ മുമ്പിൽ, കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒരു 45 മിനിറ്റ് ഇരുന്നാലാണ് എനിക്കിത് റെൻഡറായി കിട്ടുന്നത്, റെൻഡറായി അപ്ലോഡായി കിട്ടുന്നത്. ഇവിടെ ഇരിക്കുക ഞാൻ 4 മണിക്ക് എഴുന്നേറ്റാൾ, എന്നിട്ടാണ് എനിക്ക് ടൗണിൽ പോകാൻ. എന്തിനാ? ഒരാളെങ്കിലും ഇതൊന്ന് അനുഭവിക്കാനായിട്ടാണ്, ഒരാളെങ്കിലും ഇത് തുറക്കാനായിട്ടാണ്. ഒരു ഏലിയ ഉണ്ടോ രാജ്യം മുഴുവൻ അറിയും യഹോവയാണ് ജീവനുള്ള ദൈവമെന്ന്. ഒരു മോശയുണ്ടോ ഒരു രാജ്യം, ഒരു സാമ്രാജ്യം മുഴുവൻ അറിയും യഹോവ വീണ്ടെടുപ്പുകാരനാണെന്ന്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹാനോക്കുണ്ടെങ്കിൽ ഒരു തലമുറ മേൽ വീണ ശാപം മൊത്തം പൊട്ടിമാറും. നിങ്ങളുണ്ടോ എന്റെ കൂടെ? ആമേൻ പറയാനുണ്ടോ? ഒരു യെശയ്യാവ് ഉണ്ടെങ്കിൽ കൊട്ടാരത്തിനകത്ത്, ആലയത്തിനകത്ത് ജീവനുള്ള ദൈവം ഉണ്ടെന്ന് തെളിയും. ഒരാളിൽ കൂടെ ദൈവത്തെ തെളിയിക്കും. അടുത്ത 5 മിനിറ്റ് പ്രാർത്ഥിക്കുക. അടുത്ത 5 മിനിറ്റ് എല്ലാ മൈക്ക് വൺ വീട്ടിൽ പ്രാർത്ഥിച്ചോ. ശമ്പൽക്കടക ഒന്നിലും പതറരുത്, ഒന്നിലും തളരരുത്. ഷാദര വൈഡബന ഹതുരിവിനി കടകദനം ശാബരാദിര പ്രൗഢമന കടകദന. ഒന്നിലും തളരരുത്, ഒന്നിലും പതറരുത്. ഷാദൽ കടകദന. ഇന്ന്
രാവിലെ ആവശ്യങ്ങൾ പറയുക. എന്താണ് നിനക്ക് ഭാരപ്പെടുന്ന ആവശ്യം? റാമ്പൽ ഘടകത്തിന് എന്താണ് നിന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ? ഈ റിലത്തിൽ നിന്നുകൊണ്ട് അപ്പനോട് പറയുന്നത് പോലെ പറ. ഓ റബന, ഒരു മതത്തിന്റെ വക്താവ് പറയുന്നത് പോലെ അല്ല പറയേണ്ടത്. ഷാബൽ ഘടകത്തിന് അവനോട് പറ, അപ്പ ഇങ്ങനൊരു കാര്യമുണ്ട്, നീ എന്താ മിണ്ടാതെ? ഷാദന റഗക്ഷസ്കനാദിനാദന അന്തൽ ഘടകത്തിന് പറയാൻ പഠിക്കുക. ഷാബൽ പ്രൗഢിബിനി ഹവര പ്രൗഢവനം. പറ കർത്താവിനോട്, എനിക്ക് ജയം വേണമെന്ന് പറ കർത്താവിനോട്. എന്റെ കുടുംബം പണിയപ്പെടണമെന്ന് പറ കർത്താവിനോട്. എന്റെ തലമുറകളുടെ മേൽ മഹിമ തുറക്കണമെന്ന് പറ ദൈവത്തോട്. അടിമത്തങ്ങളെ പൊട്ടിക്കണമെന്ന് പറ ദൈവത്തോട്. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറ. എന്നിട്ട് നന്ദി പറഞ്ഞോ, എന്നിട്ട് മഹിമയോടെ നന്ദി പറഞ്ഞോ. ശാന്തൽ ഘടകത്തിന ഘടകത്തിന ഷസ്കനാദിന പ്രൗഢവന ഘടകമന നമ്മുടെ സ്പിരിച്വൽ ഇലത്തിനകത്തേക്ക് എൻ്റർ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷസ്കനാദിനാഥന എവിടെയാണ് നിൽക്കുന്നത്? വെളിപ്പാടകത്തുണ്ടാകട്ടെ. ഞാൻ നിൽക്കുന്നത് ഭൂമിയിലല്ല, ഞാനിപ്പോൾ വസിക്കുന്നത് ഭൂമിയിലല്ല, ഞാനിപ്പോൾ വസിക്കുന്നത് സിയോനിൽ. അവനെ രാജാവായി വാഴിച്ച ദ റിലം ഓഫ് സിയോണിലാണ്, ദ റിലം ഓഫ് സിയോണിലാണ്. അവിടെ നിന്നുകൊണ്ട് കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വഴങ്ങാത്തതിനോട് വഴങ്ങാൻ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ റാബാന വൈഡരാധന. ഷസ്കരാദിന പ്രൗഢവനഗദുരിബിനി ഘടകദനാര ഘടകദുനുവൈശ പ്രൗഢവനഘടകദനം ജീവര വൈഡര റഗത്തരാബന പ്രൗഢവന റഗത്തുരിബിനി പ്രൗഢവന ഘടകദന. നിങ്ങൾ അനുഭവിക്കുന്ന ക്രൈസിസുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ഇന്ന് രാവിലെ വെളിപ്പാടിനാൽ ജയിക്കുക. ഇന്ന് രാവിലെ വെളിപ്പാടിനാൽ ജയിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകണമെന്ന് ഞങ്ങൾ രോഗങ്ങളോട് കൽപ്പിക്കുകയാണ്. ബന്ധങ്ങൾ ക്രമീകരിക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കട്ടെ, വഴികൾ തുറക്കട്ടെ. ഷാബൽ ഘടകതന പരിഹാരം കൽപ്പിക്കുന്നവൻ ഇറങ്ങി നിൽക്കട്ടെ. ഇതിനകത്ത് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, ഇതിനകത്ത് പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ഇതിനകത്ത് ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കട്ടെ. മേഘം പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങിയപ്പോൾ, മേഘം കൂടാരത്തിന് മുകളിൽ ഇറങ്ങിയപ്പോൾ, ആ മേഘം ഇറങ്ങിയപ്പോൾ 70 പേര് ദൈവാത്മാവ് പ്രവചന ആത്മാവിൽ നിറച്ചതുപോലെ ഇപ്പോൾ ഇറങ്ങി വരുന്ന സാന്നിധ്യം, ഇപ്പോൾ തുറന്നു വരുന്ന മഹിമ, ഇതിനകത്ത് മാൻഡിലുകൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് മാൻഡിലുകൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാദൽ ഖനാദിനി പ്രൗഢവന ഘടകദിന ഇതിനകത്ത് മാൻഡിലുകൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് മാൻഡിലുകൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് മാൻഡിലുകൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് മാൻഡിലുകൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് പ്രൊഫറ്റിക് മാൻഡിലുകൾ ഓപ്പൺ ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മേൽ കുഞ്ഞുങ്ങളുടെ മേലുള്ള കർത്താവ് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, തലമുറകളുടെ മേലുള്ള പ്രൊട്ടക്ഷൻ, തലമുറകളുടെ മേലുള്ള വളർച്ച, തലമുറകളുടെ മേലുള്ള വളർച്ച. അവർ ദൈവമായിട്ടുള്ള ഇന്റിമസിയിൽ, അവർ തലമുറകൾ ദൈവമായിട്ടുള്ള ഇന്റിമസിയിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരുവാൻ എല്ലാ അടിമത്തങ്ങളും പൊളിയട്ടെ. തലമുറകളുടെ മേൽ വീണ് കിടക്കുന്ന അടിമത്തങ്ങൾ പൊളിയട്ടെ. തലമുറകളുടെ മേൽ ദൈവിക ഇന്റിമസി, തലമുറകളുടെ മേൽ ദൈവിക എൻകൗണ്ടറുകൾ ഇന്ന് രാവിലെ സംഭവിക്കട്ടെ. ഇന്ന് രാവിലെ സംഭവിക്കട്ടെ. ഇന്നലെ രാവിലെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ 3 സെക്ഷനിലായിട്ട് ഞാൻ ഇതിനകത്തൊരു ഓർഡർ പറയുകയായിരുന്നു. ഇത്രയും വചനങ്ങൾ നിങ്ങളുടെ അകത്ത് കയറിയെങ്കിൽ വേണ്ട, ഒരു അറിവായെങ്കിൽ ആ അറിവിൽ നിന്നുകൊണ്ട് ആ വചനം ധ്യാനിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ദൈവമായ ദൈവത്തിൽ
നിങ്ങളുടെ ഉറപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് അവൻ തരുമെന്നുള്ള വെളിപ്പാടിൽ, അവൻ്റെ വിശ്വാസത്താൽ നിങ്ങൾ ജീവിക്കുമെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ പതുക്കെ അവന് പാട്ടുകൾ പാടാൻ തുടങ്ങുക. പാടി നിങ്ങൾ അന്യഭാഷ പാടുക. നിങ്ങളുടെ വായിൽ പുതിയ പാട്ടുകൾ വരാൻ തുടങ്ങും. നിങ്ങളുടെ മുറിയിൽ ദൂതന്മാരുടെ ആരാധനകൾ കേൾക്കാൻ പറ്റും. വ്യത്യസ്ത ആത്മീയ അനുഭവങ്ങൾ നിങ്ങളുടെ മുറിയിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. ഇത് വെറുമൊരു പഠനമായിട്ട് നിങ്ങൾ നിർത്തരുത്. ഇത് നിങ്ങളുടെ മേൽ എൻകൗണ്ടറുകളായിട്ട് വെളിപ്പെട്ട് വരും. പ്രാർത്ഥിക്കണം. ആരാധനയുടെ സ്തോത്രത്തോടെ തുടങ്ങണം. അല്പം കഴിയുമ്പോൾ അത് ആരാധനയിലേക്ക് അവനെ നിങ്ങളങ്ങ് ലയിക്കണം. ഒന്നും പാടാൻ പറ്റാത്ത പോലെ അങ്ങ് ഇരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്, നിശബ്ദതയിൽ ഭയങ്കര ശക്തി തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കർത്താവിനെ ആരാധിക്കുവാൻ നിങ്ങൾ ഇരിക്കണം. ആ ആരാധനയിൽ അല്പം കഴിയുമ്പോഴാണ് മഹിമ തുറന്നു വരുന്നത്, മഹത്വം ഇറങ്ങി വരുന്നത്. അതിനകത്ത് അത് ഇറങ്ങി വന്നാൽ പിന്നെ നിങ്ങളുടെ മേൽ അധികാരം വ്യാപരിക്കും. ഇത് രണ്ട്, നിങ്ങളും ഹെവനുമായി കണക്റ്റഡ് ആകുകയാണ്. അവൻ നിങ്ങളുടെ മുറിക്കകത്ത് സാന്നിധ്യമായി ഇറങ്ങി നിൽക്കുന്നു. നിങ്ങൾ അവനിലൂടെ, അവൻ്റെ ആത്മാവിലൂടെ നിങ്ങൾ അവിടെ എത്തി. നിങ്ങൾ അവനിൽ വാഴുന്ന പൊസിഷനിൽ, അവനിരിക്കുന്ന പൊസിഷനിൽ നിങ്ങൾ അധികാരത്തോടെ വാഴാൻ തുടങ്ങുകയാണ്. അവിടെ നിങ്ങൾ കൽപ്പിക്കാൻ ആരംഭിക്കും. നിങ്ങളുടെ മിനിസ്ട്രി ആരംഭിക്കുകയാണ്. കിങ്ഷിപ്പ് ആരംഭിക്കുന്നു. പ്രീസ്റ്റ്ഹുഡ് ആരംഭിക്കുന്നു. നിങ്ങളുടെ അകത്ത് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് അവനിലുള്ള ഓഫീസുകൾ നിങ്ങളുടെ അകത്ത് തുറക്കാൻ തുടങ്ങുന്നു. ഇതൊരു സ്പിരിച്വൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ സ്പിരിച്വൽ അനുഭവങ്ങളാണ്. ഇതുവരെ നമ്മൾ ഇതിൻ്റെ ബേസ് പഠിച്ചു വരികയായിരുന്നു. ഇവിടെ ഞങ്ങളുടെ മുഴുവൻ ഇതിൽ വളരുന്നവർക്ക് മുഴുവൻ അനുഭവങ്ങൾ തുറക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്തുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതും എന്നാൽ പുതിയ ഉടമ്പടിയിലൂടെ പുതിയ സൃഷ്ടികളായ ഞങ്ങൾക്കങ്ങ് തുറന്നിട്ടുള്ള മഹത്വകരമേറിയ പൊസിഷൻ, ആ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥാനം, അതിൻ്റെ മഹിമ, അതിൻ്റെ മാധുര്യം, അതിലേക്ക് ഞങ്ങൾ പടികളായി കയറുവാൻ ഞങ്ങളുടെ അകത്തുണ്ടാകേണ്ട വിശ്വാസം, ഞങ്ങളുടെ അകത്തുനിന്ന് വരേണ്ട പ്രാർത്ഥന, ഞങ്ങളുടെ അകത്ത് വരേണ്ട സ്തുതിസ്തോത്രങ്ങൾ, അതിനപ്പുറത്ത് വരേണ്ട ആരാധന, അതിനകത്ത മഹത്വത്തിൽ ഞങ്ങൾ ലയിച്ചിരിക്കേണ്ട അനുഭവങ്ങൾ എല്ലാം ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇതിൻ്റെ ആഴമായ വെളിപ്പാടുകൾ ഞങ്ങളുടെ മക്കളുടെ അകത്ത് തുറന്നു കൊടുക്കണമേ. ഇന്നു മുതൽ ഇത് അനുഭവമാകട്ടെ. ഞങ്ങൾ ദീർഘവർഷങ്ങളായി പഠിക്കുന്നത് പലർക്ക് അനുഭവമായി. എന്നാൽ ഇന്നു മുതൽ എല്ലാവർക്കും ഇത് അനുഭവമാകട്ടെ. ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അവരുടെ ഭവനങ്ങളിലുള്ള വിഷയങ്ങളുടെ പ്രയാസങ്ങൾ നിമിത്തമാണ്. കുടുംബ ബന്ധങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, തലമുറകളുടെ ഭാരം അനുഭവിക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പല ആവശ്യങ്ങളുണ്ട്. കർത്താവേ, സകല ആവശ്യങ്ങളുടെ മേലും കരം നീട്ടുവാൻ കരുത്തുള്ള അങ്ങയുടെ പ്രൊവിഷന്റെ കരം, അങ്ങയുടെ ഉറവുകൾ, അങ്ങയുടെ പ്രൊവിഷനുകൾ ഇവരെ മേൽ തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കണമേ, വാതിലുകൾ തുറക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, മിനിസ്ട്രികൾ തുറന്നു കൊടുക്കണമേ. ഈ ദൈവം ഇവരെ ഉപയോഗിക്കണം. ഇവരെല്ലാം ഉണർവിനകത്ത് പ്രയോജനപ്പെടുന്നവരായി മാറണം. ഇവർ അതാത് ദേശത്തുള്ള ജാതികളെയും ജനതകളെയും സ്പർശിക്കുന്നവരായി മാറട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു, ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ കണ്ട സ്വപ്നത്തിൽ കണ്ട വാക്ക് കർത്താവ് ഞാൻ ഇവരോട് വീണ്ടും അങ്ങ് പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നു. ഇവരെ സത്യത്തിൽ ദൈവത്തെ സമയമെടുത്ത് ആരാധിക്കാൻ പഠിക്കട്ടെ. അതിനായുള്ള കൃപ ഇവരെ മേൽ തുറക്കണം. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം. Shalom.